ഹായ് ഹലോ അസ്സലാമു അലൈക്കും. ഇന്നത്തെ ഉച്ചയൂണിന് എന്തൊക്കെയാണ് വിഭവങ്ങളെന്ന് നമുക്ക് നോക്കാം. ഇന്ന് വളരെ ലളിതമായിട്ട്, അതായത് വളരെ എളുപ്പത്തിലുണ്ടാക്കുന്ന നമ്മുടെ നാടൻ ഭക്ഷണങ്ങളാണ് ഇന്നത്തെ കറികളും എല്ലാം. വളരെ ഇത് ഒരു ഒഴിച്ചു കറിയാണ്. ഒഴിച്ചു കറിയിൽ ഞാൻ പീയണിയും തടിയങ്കയും ചെറിയ ചെറിയ പീസാക്കി ഒരു 10 പീസോളം മാത്രം വെച്ചിട്ട് മഞ്ഞൾപ്പൊടിയും ഉപ്പും പച്ചമുളകും ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷമാണ് പീയണിയുടെ ഒഴിച്ചുകറിയിൽ അരപ്പ് ചേർക്കുന്നത്. പിന്നെ അതിൽ ലാസ്റ്റ് അടുപ്പ് ഓഫ് ചെയ്തതിന് ശേഷം തൈരും അടിച്ച് ചേർത്ത് അത് കടുതാളിച്ച് ലാസ്റ്റാണ് കടുതാളിച്ചൊഴിക്കുന്നത്. പിന്നെ നമ്മുടെ 18 മണി പയറുണ്ടല്ലോ, അത് ചെറുതായി അരിഞ്ഞതും ഒരു സവാളയും പച്ചമുളകും പിന്നെ മഞ്ഞൾപ്പൊടിയും ജീരകവും എല്ലാം ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷമാണ് അല്പം വെള്ളം കൂടെ ചേർത്ത് വെച്ച് വെന്തതിന് ശേഷമാണ് അതിന് മധ്യത്ത് ഞാൻ അല്പം സ്പേസ് ഇട്ടിട്ട് തേങ്ങയിട്ട് മൂടി വെച്ച് പിന്നീടാണ് കടുതാളിച്ചൊഴിച്ചതിന് ശേഷമാണ് പയർ തോരൻ അതും നന്നായിട്ട് ചിക്കിയെടുത്തത്. പിന്നെ നമ്മുടെ ഒരു പാവയ്ക്ക മെഴുക്ക് പുരട്ടി, അതും അറിയാമല്ലോ, അത് പാവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. പിന്നെ നമ്മുടെ കരുവാട് നെത്തോലി, ഇത് സ്റ്റാർ എന്ന് പറയുമ്പോൾ നമ്മുടെ നെത്തോലി കരുവാട് കറിയാണ്. അതിൽ മീൻകറി അരയ്ക്കുന്നത് പോലെ തന്നെ പുളി കുറച്ചരച്ചിട്ട് ചക്കക്കുരുവും മുരിങ്ങയ്ക്കയും പച്ചക്കായ ഉണ്ടല്ലോ, മലക്കറിയുടെ കായും പച്ചമുളകും എല്ലാം കൂടെ കീറിയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഉണക്കമീൻ അവിയലാണ്. അടിപൊളി ടേസ്റ്റാണ്. പിന്നെ പച്ചമുളകും കറിവേപ്പിലയും പച്ചപുലിയും എല്ലാം കൂടെ ചേർത്തിട്ട് വെച്ചിട്ട് ലാസ്റ്റ് നെത്തോലിയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മൂടി വെച്ച് ഏകദേശം ഒന്ന് വറ്റി വരുന്നത് വരെ. പിന്നെ ലാസ്റ്റ് എല്ലാത്തിലും കടുതാളിച്ചൊഴിച്ചപ്പോൾ ഞാൻ ഈ നെത്തോലി കറിയിലും കടുതാളിച്ചൊഴിച്ചു. അല്ലാന്നുണ്ടെങ്കിൽ ലാസ്റ്റത്തിൽ എണ്ണയും കറിവേപ്പിലയും മാത്രം ചേർത്താൽ മതി. എന്നിട്ട് ചൂടോടുകൂടി തന്നെ അതും ഓഫ് ചെയ്ത് വെച്ച് പിന്നെ ഈ ഉണക്കമീൻ ചെറിയ ഉണക്കമീൻ, നെത്തോലി ഉണക്കമീനും വേറൊരു കരുവാടും കൂടി ഫ്രൈക്കും എടുത്ത് നല്ല അടിപൊളിയാണ് ഇന്നത്തെ ലഞ്ച്. നമ്മുടെ നാടൻ രീതിയിൽ നമുക്ക് മീനെല്ലാം കിട്ടാനായിട്ട് ഈ മഴ സമയത്തൊക്കെ മീനൊക്കെ കിട്ടാൻ പാടാകുമ്പോൾ ഇതുപോലെ ഉണക്കമീൻ ശേഖരിച്ച് വെച്ചാൽ നമുക്കിങ്ങനെ നല്ല രുചിയായിട്ടുള്ള കറികളൊക്കെ ഉണ്ടാക്കാം. ഈ ചക്കക്കുരു മുരിങ്ങയ്ക്കയും കായൊക്കെ ഇടുമ്പോൾ നല്ല പച്ച മാങ്ങയും കൂടെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. പച്ച മാങ്ങ ഇടുന്നെങ്കിൽ ഈ ഉണക്കമീനിന് പുളി ചേർക്കരുത്. ഇങ്ങനെ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ്. കുറച്ച് ഉണക്കമീൻ എടുത്തിട്ട് അതിൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി മഞ്ഞൾപ്പൊടിയും കുരുമുളകും മുളക് പൊടിയൊക്കെ ചേർത്ത് കറിവേപ്പിലയും അല്പം ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ച് അത് ഒരു ഫ്രൈയും കൂടെ ചെയ്തിട്ട് ഇന്നത്തെ ഊണ് അടിപൊളിയാക്കിയിട്ടുണ്ട്. അത് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അതുപോലെ കമൻറ്റുകളും കാണുന്നവരൊന്ന് കമൻറ്റും കൂടെ ചെയ്തേക്കണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. മത്തങ്ങ പീയണി ഒഴിച്ച് കറിക്ക് ഞാൻ കടുക് താളിച്ചില്ലായിരുന്നു. നേരത്തെ കടുക് താളിക്കാതെയാണ് വെള്ളം ഒഴിച്ച് വേവിച്ചതിന് ശേഷമാണ് അരപ്പെല്ലാം അടിച്ചൊഴിച്ചത്. ഇനിയിപ്പോൾ കടുക് താളിച്ച് മത്തങ്ങ പീയണിയിലും അതുപോലെ തന്നെ നമ്മുടെ തോരനിലും നമ്മുടെ മീൻ കറിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്.
ഇനി അടുപ്പ് ഓഫ് ചെയ്യാറായി. കറിവേപ്പില ഞാൻ ഒത്തിരി ഉപയോഗിക്കുന്ന കൂട്ടത്തിലാണ്. ഒരു കറി വെക്കുമ്പോൾ തന്നെ കറിവേപ്പില 3-4 പ്രാവശ്യം ഇടും. അതെൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഒരു വീക്ക്നെസ്സാണ് കറിവേപ്പില എന്ന് പറയുമ്പോൾ. ശരിക്കും നമ്മുടെ വീട്ടിൽ പിടിച്ച കറിവേപ്പില കണ്ടാണ് ഇത്രയ്ക്ക് കറിവേപ്പില കാണും തോറും അങ്ങ് കുറച്ച് ഇടാമെന്ന് തോന്നിയിട്ട് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോ പ്രാവശ്യവും കറികൾ വെക്കുന്ന ടൈമിൽ അത് ഒരു പ്രാവശ്യം സ്റ്റാർട്ടിങ്ങിലിടും, പിന്നെ ഇടയ്ക്കിടും, പിന്നെ ലാസ്റ്റ് ഇടും, ഇറക്കാൻ നേരത്ത് ഇടും. അങ്ങനെ ഒരു കറിവേപ്പില ഒരു വല്ലാത്തൊരു വീക്ക്നെസ്സാണ്. എല്ലാവർക്കും എങ്ങനെയായിരിക്കും അല്ലേ? ഇത് നമ്മുടെ പയർ തോരൻ, അടിപൊളി ടേസ്റ്റാണ് പയർ തോരൻ. വളരെ എളുപ്പം കടുതാളിക്കാതെ ഉണ്ടാക്കിയ പയർ തോരനാണ്. ലാസ്റ്റ് കടുതാളിച്ചൊഴിച്ചത്. അത് മാത്രം മതി സത്യം പറഞ്ഞാൽ ചോറ് കഴിക്കാനായിട്ട് ആ ഒരു തോരൻ. പിന്നെ കറിവേപ്പില ഇട്ടു, അടുപ്പ് ഓഫ് ചെയ്തു. മീൻ കറി റെഡിയായി. ഇനി കടുതാളിച്ച പാത്രത്തിൽ തന്നെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മീൻ പൊരിച്ചെടുക്കാം. ഇനി നമുക്ക് നമ്മുടെ ഊണ് വിളമ്പാം. നല്ല ചോറും, നല്ല വെളുത്ത നല്ല ചോറും. വെള്ളച്ചോറ് കാണാൻ നല്ല ഭംഗിയാണ്. ഗുണം നമ്മുടെ ചമ്പാവരി ചോറിനാണെങ്കിൽ വെള്ളച്ചോറ് കാണാൻ ആണ് നല്ല ഭംഗി. പക്ഷെ വെള്ളച്ചോറും പിന്നെ നമ്മുടെ പയർ തോരനും പാവയ്ക്ക മെഴുക്ക് വരട്ടിയും നമ്മുടെ മീൻകറി, നെത്തോലി കരുവാട്, ചക്കക്കുരുവും മുരിങ്ങക്കയൊക്കെ ഇട്ട് വറ്റിച്ച നല്ലൊരു മീൻ, നെത്തോലി അവിയൽ, ഉണക്ക മീൻ അവിയലും കരുവാട് പൊരിച്ചതും, അതായത് ഉണക്ക മീൻ ഫ്രൈ. നമ്മുടെ വീണിയും തടിയങ്കായും കൂടെ ഉള്ള ഒഴിച്ച് കറി, അതായത് മോര് കറി. അടിപൊളി ഒരു മാങ്ങാച്ചാറ്. സൂപ്പറാണ്. സൂപ്പറെന്ന് വെച്ചാൽ അത് എന്താ പറയുക, അടിപൊളി ഒരു ഊണ്. അൽഹംദുലില്ലാഹ്